Module 3, Part 3. Dear students, we are discussing the topic related to the piece rate system or payment by result. Under piece rate system, the wages are linked to the volume of work done regardless of the time taken by workers. The workers are remunerated on the basis of number of units produced by them. And the formula for calculating wages is equal to rate of wage per unit into number of units produced by workers. There are two types of methods for providing wages to the workers in an organization: a time rate system and a piece rate system. Under piece rate system, the wages is calculated on the basis of number of units produced by each workers. Then ഒരു ഓർഗനൈസേഷനിൽ വർക്കേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുന്ന രണ്ട് മെത്തേഡാണ്. ഒന്ന് ടൈം റേറ്റ് സിസ്റ്റവും പീസ് റേറ്റ് സിസ്റ്റവും. ദെൻ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയി എത്രയാണ് അവർ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ യൂണിറ്റിന് ആനുപാതികമായിട്ടുള്ള റേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് പീസ് റേറ്റ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് വേജസ് അണ്ടർ പീസ് റേറ്റ് സിസ്റ്റം ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് വേജസ് പെർ യൂണിറ്റ് ഇൻറ്റു number of unit produced. For example, if a worker produces 50 units of product on a particular day and the rate of wages for one unit is rupees 30, then the wages is equal to 50 into 30, 1500. Then the suitability of piece rate system is follows. Number 1, where the methods of production are standardized and the job is repetitive in nature. ഉൽപ്പാദനം വളരെ സ്റ്റാൻഡർഡൈസ്ഡും അതോടൊപ്പം തന്നെ റെപ്പറ്റേറ്റീവ് നേച്ചറിലുള്ള വർക്കുമാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് പീസ് റേറ്റ് സിസ്റ്റം. ദെൻ സെക്കൻഡ് വൺ, വെയർ പ്രൊഡക്ടിവിറ്റീസ് ഓഫ് ദി വർക്കേഴ്സ് ഈസ് ടു ബി ഇൻക്രീസ്ഡ്. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് പീസ് റേറ്റ് സിസ്റ്റം. തേർഡ് വൺ, വെയർ ദ ഡിഗ്രി ഓഫ് ഫിസിക്കൽ വർക്ക് ഈസ് മോർ ദാൻ ദി മെൻ്റൽ വർക്ക്. ഓർഗനൈസേഷനിലെ വർക്കേഴ്സിൻ്റെ മാനസികപരമായിട്ടുള്ള വർക്കിനേക്കാൾ കൂടുതലാണ് ഫിസിക്കലായിട്ടുള്ള വർക്കെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് പീസ് റേറ്റ് സിസ്റ്റം. ദെൻ ഫോർത്ത് വൺ, വെയർ ഔട്ട്പുട്ട് ക്യാൻ ബി മെഷേർഡ് ദി ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം എക്സിസ്റ്റ് ടു ഡിസ്കറേജ് ലോ ക്വാളിറ്റി. വളരെ എഫക്റ്റീവായിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്യൂട്ടബിളായിട്ട് ഉപയോഗിക്കാവുന്ന മെത്തേഡാണ് പീസ് റേറ്റ് സിസ്റ്റം. ദെൻ ലാസ്റ്റ് വൺ, വെയർ വർക്ക് ഡസ് നോട്ട് റിക്വയർ ദ പേഴ്സണൽ സ്കിൽ ഓർ ഹൈ ഓർഡറിന് ആനുപാതികമായിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലും നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് പീസ് റേറ്റ് സിസ്റ്റം. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം. നമ്പർ 1, ഇൻസെൻറ്റീവ് ഫോർ ഹയർ പ്രൊഡക്ഷൻ. ദിസ് സിസ്റ്റം പ്രൊവൈഡ്സ് ദ ഇൻസെൻറ്റീവ് ടു ബെറ്റർ വർക്കേഴ്സ് ടു പ്രൊഡ്യൂസ് മോർ ആൻഡ് ദേ ആർ എൻകറേജ് ടു റിയലൈസിങ് ദെയർ പേഴ്സണൽ അംബിഷൻ. ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസിന് അയാൾക്ക് പേഴ്സണലി അയാൾക്ക് കൂടുതലായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. Then second one, fairness. This system ensures the fairness by correlating wages and productivity. The inefficient workers are penalized as they get less wages. എപ്പോഴും ഒരു റിയൽ ആയിട്ടുള്ളൊരു വേജസ് എംപ്ലോയീസിന് കൊടുക്കാനായിട്ട് സാധിക്കും അവരുടെ പ്രൊഡക്ടിവിറ്റിക്ക് ആനുപാതികമായിട്ട്. ദെൻ തേർഡ് വൺ, കോസ്റ്റിംഗ്. The costing of production becomes easier to wage from the constant factor of the unit of output. ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് അവരുടെ വേജസ് അവരെത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നതിന് ആനുപാതികമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് വൺ, ലെസർ സൂപ്പർവിഷൻ. ദ കോസ്റ്റ് ഓഫ് സൂപ്പർവിഷൻ ഇസ് ലെസ് ആസ് ദി വർക്കേഴ്സ് നീഡ് നോട്ട് ബി സബ്ജക്റ്റ് ടു കോൺസ്റ്റൻറ്റ് സൂപ്പർവിഷൻ. എപ്പോഴും ഔട്ട്പുട്ടിന് ആനുപാതികമായിട്ടാണ് അവർക്ക് വേജസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സൂപ്പർവിഷനൊന്നും ഇല്ലെങ്കിലും എംപ്ലോയീസ് എപ്പോഴും അവരവരുടെ വർക്ക് പ്രോപ്പറായിട്ട് പൂർത്തീകരിച്ചിരിക്കും. ദെൻ ഫിഫ്ത്ത് വൺ, ദ പേഴ്സണൽ ഡിസിഷൻ. Under the system, if a worker is constantly producing bad result in a particular job, he may be shifted to another job. And this helps to the management identify the suitable job for workers and his efficiency can be advantageously exploited. ഓർഗനൈസേഷനിലെ ഒരു വർക്കേഴ്സിനെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഏത് ജോലിയാണ് ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ പേഴ്സണലി ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ദെൻ സിക്സ്ത് വൺ, ഇക്കോണമി. The cost per unit can be brought down with the larger output. This is possible to distributing the fixed overhead burden among the large number of units. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നില്ല നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ലാസ്റ്റ് വൺ, മോട്ടിവേഷൻ. അണ്ടർ പീസ് റേറ്റ് സിസ്റ്റം, ആസ് ദി പേയ്മെൻറ്റ് ആർ മെയ്ഡ് ഓൺ ദി ബേസ് ഓഫ് റിസൾട്ട്, ഇറ്റ് എൻകറേജിങ് ദി മോട്ടിവേറ്റീവ്
workers to performing better, increasing efficiency and productivity. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് അവരുടെ റിസൾട്ടിനനുസരിച്ചാണ് നമ്മൾ വേജസ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ ഏണിങ്സ് ലഭിക്കുന്നതിൽ അവർ കൂടുതലായിട്ടും സെൽഫ് മോട്ടിവേറ്റഡ് ആകുകയും കൂടുതൽ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ടും സാധിക്കും. Then disadvantages of piece rate system. Number one, low quality. Too much emphasis on the quality of production may be lower quality of product. To avoid this, rigid quality control is required to piece rate operate. Okay, piece rate ഏറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ ആണ്. യൂണിറ്റ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അത് അഫക്റ്റ് ചെയ്യും. Then second one, insecurity of workers. The workers have feeling the insecurity. They would get the lower wages during the period. Their efficiency may get reducing due to the factors beyond their control. പലപ്പോഴും ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ സംബന്ധിച്ചുള്ള ഇത് ഇൻസെക്യൂർ വേജ് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. കാരണം ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഔട്ട്പുട്ട് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ലോ വേജസ് ലഭിക്കും. ദെൻ തേർഡ് വൺ, സ്ട്രെയിൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ. The relation between workers and employees becomes bad if their output is low due to some fault of management. പലപ്പോഴും ഓർഗനൈസേഷൻ എംപ്ലോയീസിൻ്റെ അവരുടെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവാണെങ്കിൽ പലപ്പോഴും ഒരു ബാഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. Then difficulty in the rate of fixation. The fixation of piece rate creates a problem for the management. The lower rate may lead to resentment on the part of workers. എപ്പോഴും ഇവരുടെ പീസ് റേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ പലപ്പോഴും അതൊരു ശ്രമകരമായിട്ടൊരു ദൗത്യം എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചോളം ഒരു പീസ് റേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു ടാസ്ക്കാണെന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ ഫിഫ്ത്ത് വൺ, മോർ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കർ. The introduction of piece rate will be involved increased administrative work as production records will have to be maintained for each workers. ഓരോ വർക്കേഴ്സും അവർ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അത് പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വേണം വേജസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് അവിടെ വേണ്ടി വരും. ദെൻ സിക്സ്ത് വൺ, വേസ്റ്റേജ്. The worker will increasing the speed of work and it naturally leads to waste of material, loss of fuel and power and over depreciation of machinery etc. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു സ്പീഡിൽ പലപ്പോഴും വേസ്റ്റേജിനുള്ളൊരു സാധ്യത ഉണ്ടാകും. ദെൻ സെവൻത് വൺ, ഹെൽത്ത് ഹസാർഡ്. ഇൻ ദെയർ അഗെയിൻസ്റ്റ് ഫോർ ദി ഇൻക്രീസ്ഡ് ഏർണിങ്സ്, the workers may exert themselves to point of execution and this will to undermine their health and efficiency. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വർക്കേഴ്സ് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടാകും. ദെൻ ലാസ്റ്റ് വൺ, opposition by trade union. The difference in the earnings cause to dissatisfaction among the workers. The trade unions are openly against the piece rate as in the form of wage payment and engaging rivalry among the workers. സാധാരണഗതിയിൽ ഓർഗനൈസേഷനിലെ ട്രേഡ് യൂണിയൻസ് എന്നൊക്കെ ഒരുപാട് എതിർപ്പ് വരും. കാരണം വ്യത്യസ്ത തരത്തിലുള്ള വേജസ് എംപ്ലോയീസിന് കൊടുക്കുമ്പോൾ ഒരു ഏകീകൃത വേജസിന് വേണ്ടി അവരെപ്പോഴും പലതരത്തിലുള്ള എതിർപ്പുകൾ പഠിപ്പിക്കും. ഇതും എന്താണ് പീസ് റേറ്റ് സിസ്റ്റത്തിന് ലിമിറ്റേഷനായിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ വി ആർ ഡിസ്കസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടൈം റേറ്റ് സിസ്റ്റം ആൻഡ് പീസ് റേറ്റ് സിസ്റ്റം. As we know, there is a two type of wage payment system is that time rate system and piece rate system. It's entirely different between each of them. Then first one, the time rate system, the payment on the basis of fixed rate per hour, per day or per month for time spent by workers. But in the case of piece rate system, the payment is based on a fixed rate per unit produced or job is completed. ഓക്കെ, ടൈം റേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര ടൈം ഒരു വർക്കർ ഒരു ജോബിന് വേണ്ടി സ്പെൻഡ് ചെയ്തു അതിനാനുപാതികമായിട്ടാണ് ഒരു എംപ്ലോയിയുടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ പീസ് റേറ്റ് സിസ്റ്റത്തെ സംബന്ധിച്ചോളം ഒരു വർക്കർ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ യൂണിറ്റിന് ആനുപാതികമായിട്ടുള്ള റേറ്റ് വെച്ച് നമ്മൾ അവർക്ക് വേജസ് കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് വൺ, there is no linkage between performance and reward. Both efficient and inefficient get the same amount of wages. ഓക്കെ, ടൈം റേറ്റ് സിസ്റ്റത്തിനെ സംബന്ധിച്ചോളം അവിടെ എപ്പോഴും ഓരോ വർക്കേഴ്സിനെ സംബന്ധിച്ചോളം അവരുടെ പെർഫോമൻസും റിവാർഡും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനും ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനും സെയിം റേറ്റ് വേജസ് ലഭിക്കും. ബട്ട് ഇൻ ദി കേസ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം, ദർ ഇസ് എ ലിങ്കേജ് ബിറ്റ്വീൻ പെർഫോമൻസ് ആൻഡ് റിവാർഡ് which motivates the workers to produce more and more. ഓക്കെ, പീസ് റേറ്റ് സിസ്റ്റത്തിനെ സംബന്ധിച്ചോളം ഒരു എംപ്ലോയി എത്ര പെർഫോം ചെയ്യുന്നു, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു,
പാർട്ടിക്കുലർ യൂണിറ്റിന് ആനുപാതികമായിട്ടുള്ള വേജസ് ആണ് ലഭിക്കുക. അതുകൊണ്ട് എഫിഷ്യൻറ്റ് വർക്കേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ വേജസ് കിട്ടും. അപ്പോൾ പെർഫോമൻസ് റിവാർഡ് തമ്മിലൊരു ഒരു റിലേഷൻ ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. Then the quality of work tends to be high in the case of time rate system. ടൈം റേറ്റ് സിസ്റ്റത്തിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ ഹൈ ക്വാളിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും. ബട്ട് ഇൻ ദി കേസ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം ദ ക്വാളിറ്റി ഓഫ് വർക്ക് ടെൻസ് ടു ബി ബിലോ. ടൈം റേറ്റ് സിസ്റ്റത്തിനെ അപേക്ഷിച്ച് പീസ് റേറ്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഔട്ട്പുട്ടിൻ്റെ എണ്ണത്തിനാണ് പ്രാതിനിധ്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്താണ് യൂണിറ്റിന് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അത് സാരമായിട്ട് ബാധിക്കും. ദെൻ there is a less chance of wastage of machinery and materials. ടൈം റേറ്റ് സിസ്റ്റം സംബന്ധിച്ചോളം വേസ്റ്റേജ് ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ലോസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ബട്ട് ഇൻ ദി കേസ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം ദർ ഇസ് എ ചാൻസ് ഓഫ് വേസ്റ്റേജ് ഓഫ് മെഷീനറി ആൻഡ് മെറ്റീരിയൽസ്. ഓക്കെ, പീസ് റേറ്റ് സിസ്റ്റത്തിൽ എപ്പോഴും വേസ്റ്റേജ് ഒക്കെ അല്ലെങ്കിൽ ലോസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ ഇൻ ദി കേസ് ഓഫ് ടൈം റേറ്റ് സിസ്റ്റം ദ ക്ലോസ് സൂപ്പർവിഷൻ ഈസ് റിക്വയർഡ്. ടൈം റേറ്റിൽ എപ്പോഴും വളരെ പ്രോപ്പറായിട്ടുള്ളൊരു സൂപ്പർവിഷൻ ആവശ്യമായിട്ട് വരും. ബട്ട് ദ പീസ് റേറ്റ് സിസ്റ്റം ദ ക്ലോസ് സൂപ്പർവിഷൻ ഈസ് നോട്ട് റിക്വയർഡ്. പീസ് റേറ്റ് സിസ്റ്റത്തിൽ എംപ്ലോയീസ് തന്നെ അവരെപ്പോഴും എൻകറേജ് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂപ്പർവിഷൻ വളരെ കമ്പാരിറ്റീവ്ലി കുറവായിട്ട് മതി. ദെൻ ദ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ഈസ് ലോ ഇൻ ദി കേസ് ഓഫ് ടൈം റേറ്റ് സിസ്റ്റം. ടൈം റേറ്റ് സിസ്റ്റത്തിൽ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. ആൻഡ് കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ഈസ് ഹൈ ഇൻ ദി കേസ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് സിസ്റ്റത്തിൽ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ ഹൈ ആയിരിക്കും. Then that provides economic security to employees. In the case of time rate system, provides some percentage of economic security to employees. എപ്പോഴും എംപ്ലോയീസിന് എപ്പോഴും ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും. ബട്ട് ഇൻ ദി കേസ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം ഇറ്റ് ഡസൻറ്റ് പ്രൊവൈഡ് എനി ഇക്കണോമിക് സെക്യൂരിറ്റി ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് അവരുടെ ഔട്ട്പുട്ടിന് ആനുപാതികമായിട്ടാണ് വേജസ് കൊടുക്കുന്നത്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഇക്കണോമിക് സെക്യൂരിറ്റി പീസ് റേറ്റ് സിസ്റ്റത്തിൽ വളരെ കുറവാണ്. ദെൻ ലാസ്റ്റ് വൺ, this method is useful for the workers to do the dissimilar jobs. ഓക്കെ, ടൈം റേറ്റ് സിസ്റ്റം ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് ഒരു എംപ്ലോയി ജോലി ചെയ്യുന്നത് വളരെ ഡിസിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേ തരത്തിലല്ലാത്ത വർക്ക് ചെയ്യുന്നിടത്താണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ടൈം റേറ്റ് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. ദെൻ ബട്ട് ഇൻ ദി കേസ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം ദിസ് യൂസ്ഫുൾ ഫോർ ദി വർക്കേഴ്സ് ടു ഡു ദ ജോബ് ഓഫ് റെപ്പറ്റേറ്റീവ് നേച്ചർ. എപ്പോഴും റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെ ഒരേ നേച്ചറിലുള്ള വർക്ക് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ് പീസ് റേറ്റ് സിസ്റ്റം നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ദെൻ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദാറ്റ് ദ മെത്തേഡ്സ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം ഓർ പേയ്മെൻറ്റ് ബൈ റിസൾട്ട്. ദർ ആർ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇൻവോൾവ്ഡ് ഇൻ പീസ് റേറ്റ് സിസ്റ്റം. ദെൻ methods of piece rate system or payment by result. Then the first methods involved in piece rate system is that straight piece rate system. Okay, under this system the payment is made on the basis of number of units produced without considering the time taken. Then as we know, the straight piece rate system, the wage is equal to number of units into rate per യൂണിറ്റ്. ഓക്കെ, സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നോ ഒരു യൂണിറ്റിന് എത്ര റേറ്റാണ് അതിന് ആനുപാതികമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരിക്കലും ടൈം ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ദെൻ ഫോർ എക്സാമ്പിൾ ദ അവർലി റേറ്റ് ഓഫ് പേ ഈസ് ₹200. ദെൻ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 10 units per hour. Then piece rate is equal to rate divided by standard production. 200 divided by 10 is equal to ₹20 per unit. Then if a worker produces 25 units in a day of 8 hours, his piece wage is equal to ₹20 into 25 is equal to ₹500. Okay, ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ അവർലി റേറ്റ് എന്ന് പറയുന്നത് ₹200. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 10 യൂണിറ്റ്സാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പീസ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. റേറ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ 20 പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് ₹20 വെച്ച് നിരക്ക് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നോക്കുക, ഇവിടെ ഒരു വർക്കറിനെ സംബന്ധിച്ചോളം അയാൾ 8 hours 25 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു യൂണിറ്റിനുള്ള റേറ്റ് എന്ന് പറയുന്നത് ₹20. ദെയർഫോർ
wages is equal to 20 into 25 is equal to 500. Then the second system is that the piece rate with the guaranteed time rate. And under this system, the workers are paid the minimum wages on the base of time rate. A piece rate system with the guaranteed time rate may be included any one of the following. First one, if the earnings on the base of piece rate is less than the guaranteed minimum wages, the workers will be paid on the base of time rate. On the other hand, if earnings according to the piece rate is more, the workers will get more. Okay. പീസ് റേറ്റിൻ്റെയും ടൈം റേറ്റിൻ്റെയും ഒരു കോമ്പോസിഷനാണെന്ന് പറയാനായിട്ട് സാധിക്കും പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടി ടൈം റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസും ഒരു പ്രോപ്പറായിട്ട് ഒരു ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ വേജസിലെ ഒരു ഡിസ്ക്രിമിനേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ലോ പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ള വർക്കേഴ്സിന് നമ്മൾ ടൈം റേറ്റുള്ള വേജസ് കൊടുക്കും. ദെൻ അവർ സ്റ്റാൻഡേർഡിനേക്കാൾ മുകളിലാണ് അവരുടെ ഒരു പെർഫോമൻസ് എങ്കിൽ അവർക്ക് പീസ് റേറ്റിൽ നമ്മൾ വേജസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. ദെൻ ദ guaranteed wages according to the time rate plus the piece rate payment for units above the required minimum and the piece rate with the fixed dearness allowance or cost of living bonus. ഓക്കെ. ഒരു എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് ആനുപാതികമായിട്ടുള്ള ഒരു വേജസ് അയാൾക്ക് പീസ് റേറ്റിലൂടെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ടൈം റേറ്റുള്ള വേജസ് പ്രൊവൈഡ് ചെയ്യും. ഇനി അയാളുടെ പെർഫോമൻസ് വളരെ ഹൈ ആണെങ്കിൽ അതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് പീസ് റേറ്റിലുള്ള വേജസ് കൊടുക്കും. ഇറ്റ്സ് എ കോമ്പോസിഷൻ ഓഫ് ടൈം റേറ്റ് ആൻഡ് പീസ് റേറ്റ്. ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് ടൈം റേറ്റ്. ഓക്കെ. ദെൻ ദ തേർഡ് മെത്തേഡ് ഈസ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ്. ഓക്കെ. And this method provides incentive on the base of efficiency of worker. High piece rate are provided for high level of performance. Okay. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ നമ്മളൊരു എംപ്ലോയീസിന് വേജസ് കൊടുക്കുന്നത് എപ്പോഴും അവരുടെ ഒരു പെർഫോമൻസിന് ആനുപാതികമായിട്ടുള്ള ഇൻസെൻറ്റീവ്സും ബോണസും ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ വർക്കേഴ്സിന് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. There are various schemes in common use in Taylor's differential piece rate system, then Merrick's differential piece rate system and Gantt and bonus plan. ഓക്കെ. പ്രധാനമായിട്ടും ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ഒന്ന് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ദെൻ അത് കൂടാതെ തന്നെ മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആൻഡ് തേർഡ് വൺ ദ Gantt ആൻഡ് ബോണസ് പ്ലാൻ. ദെൻ ഫസ്റ്റ് വൺ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. And this system was originated by F.W. Taylor, is the father of scientific management. Then under this system, a standard time is fixed for each job so that the amount of work is expected to be performed by any worker of reasonable efficiency is clearly known. A worker who finish the work within the standard time is paid higher rate, but the workers who cannot be complete the worker within the standard time is paid to lower rate. Thus, two piece rate are fixed on for efficient workers and other less efficient. The efficiency of worker may be determined either as a percentage of actual time taken over by standard time allowed or the percentage of actual output over standard output within the specified time. Taylor's differential piece rate system പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മാനേജ്മെൻറ്റിലെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസിൻ്റെ ഫാദറായ F.W. ടൈലറാണ് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ദ വേജസ് ഈസ് കാൽക്കുലേറ്റഡ് ഓർ പെയ്ഡ് ഓൺ ദി ബേസ് ഓഫ് റേറ്റ് ഓഫ് എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. എന്താണ് ടൈലറിൻ്റെ അഭിപ്രായത്തിൽ വർക്കേഴ്സിന് വേജസ് കൊടുക്കുന്നവരുടെ റേറ്റ് ഓഫ് എഫിഷ്യൻസി അവരുടെ കാര്യക്ഷമതയുടെ ബേസിൽ വേണം വർക്കേഴ്സിന് വേജസ് പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ. അതിന് ടൈലർ മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായിട്ടും ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും. ദെൻ ആ സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിൽ ഒരു വർക്ക് പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയീസിന് ഹയർ റേറ്റിലുള്ള വേജസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ആ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കൂടുതൽ സമയം എടുത്തുകൊണ്ടാണ് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ലെസ് വേജസ് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ എന്താണ് എംപ്ലോയീസിന് വർക്ക് ചെയ്യുന്ന അവരുടെ ആ ഒരു പെർഫോമൻസിന് ആനുപാതികമായിട്ട് വേജസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിലൂടെ F.W. ടൈലർ മുന്നോട്ട് വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഈസ് rupees 40 units per hour. The simple time rate is rupees 200 per hour.
The different piece rate is to be applied 75% of piece rate when below standard, then 125% of piece rate when at the above standard. The workers have produced in a day 8 hours as follows: X 300 units, Y 420 units. ഓക്കെ, ഇവിടെ നോക്കുക, ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 40 യൂണിറ്റ് വെച്ചാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സിമ്പിൾ ടൈം റേറ്റ് ആയിട്ട് നമ്മളൊരു മണിക്കൂറിന് 200 രൂപ വെച്ചാണ് ഒരു വർക്കേഴ്സിന് പേ ചെയ്യുന്നത്. ദെൻ നമ്മുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ 75% പീസ് റേറ്റാണ് ആ എംപ്ലോയിക്ക് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മുടെ റേറ്റിൻ്റെ 125% എംപ്ലോയിക്ക് വേജസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ട് 2 വർക്കേഴ്സാണുള്ളത്. വർക്കേഴ്സ് എക്സ്, വർക്കേഴ്സ് വൈ. അവർ 8 മണിക്കൂർ കൊണ്ട് അവർ പ്രൊഡക്ഷനാണ്. എക്സ് 300 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വൈ 420 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടൈലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാം. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഈസ് 40 യൂണിറ്റ്സ് പെർ അവർ. ഓക്കെ, ഒരു മണിക്കൂറിൽ 40 യൂണിറ്റാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ ദ സ്റ്റാൻഡേർഡ് റേറ്റ് അലൗഡ് ₹200 പെർ അവർ. ഓക്കെ, നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറിന് 200 രൂപ വെച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ പീസ് റേറ്റ് ഈസ് ഈക്വൽ ടു ടൈം റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ. The piece rate is equal to time rate divided by standard production. ഓക്കെ, നോക്കുക, ഇവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈം റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ് ഒരു മണിക്കൂറിനുള്ളത്. നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 40 യൂണിറ്റാണ്. ഒരു മണിക്കൂറിൽ 40 യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പീസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 200 ഡിവൈഡഡ് ബൈ 40. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു യൂണിറ്റിൻ്റെ പീസ് റേറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, 5 ആണ് നമ്മുടെ പീസ് റേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു യൂണിറ്റിന് 5 രൂപ വെച്ചാണ് നമ്മൾ എന്താണ് പീസ് റേറ്റ് ആയിട്ട് കണക്കാക്കേണ്ടത്. ഓക്കെ, നോക്കുക, ദ ലോ പീസ് റേറ്റ് ഈസ് 75% ഓഫ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ്. ഓക്കെ, നമ്മുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസിനേക്കാൾ കുറവാണെങ്കിൽ പീസ് റേറ്റിൻ്റെ 75% നമ്മൾ റേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെയർഫോർ നമ്മുടെ പീസ് റേറ്റ് എന്ന് പറയുന്നത് 5 ആണ്. 5ൻ്റെ 75% നമ്മൾ ബിലോ സ്റ്റാൻഡേർഡിൽ കൊടുക്കുക. അപ്പം 5ൻ്റെ 75% എന്ന് പറയുന്നത് ₹3.75 പെർ യൂണിറ്റ്. ഓക്കെ, ഇപ്പം ബിലോ സ്റ്റാൻഡേർഡിലാണെങ്കിൽ നമ്മുടെ പീസ് റേറ്റിൻ്റെ 75% നമ്മൾ നോർമൽ റേറ്റായിട്ട് കൊടുക്കാവുള്ളൂ. ആ 75% എന്ന് പറയുന്നത് ₹3.75 പെർ യൂണിറ്റ്. ദെൻ ഹൈ പീസ് റേറ്റ് ഈസ് 125% ഓഫ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ്. ഓക്കെ, സ്റ്റാൻഡിനേക്കാൾ മുകളിലാണ് നമ്മുടെ പെർഫോമൻസ് എങ്കിൽ പീസ് റേറ്റിൻ്റെ 125% നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെയർഫോർ ദ 125% ഓഫ് 5 ഈസ് ഈക്വൽ ടു ₹6.25 പെർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ പീസ് റേറ്റിൻ്റെ 125% എന്ന് പറയുന്നത് ഇവിടെ 6.25 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 6 രൂപ 25 പൈസ വെച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ at 40 units per hour, the standard output for 8 hours then is equal to 8 into 40 is equal to 320 units. ഓക്കെ, നമുക്ക് ഒരു മണിക്കൂറിന് 40 യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 8 മണിക്കൂറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് റേറ്റ് പറയുകയാണെങ്കിൽ എന്താണ് 320 യൂണിറ്റ്സാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ 8 മണിക്കൂർ 40 യൂണിറ്റ് വെച്ച് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 320 യൂണിറ്റാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഓരോ വർക്കേഴ്സിൻ്റെയും ഔട്ട്പുട്ട് നമുക്കൊന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കും. എക്സ് ഔട്ട്പുട്ട് ഈസ് 300 യൂണിറ്റ്സ്. ദെൻ Y 420 യൂണിറ്റ്സ്. നോക്കുക, ഇവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 320 യൂണിറ്റ്സ് ആണ്. ഓക്കെ, എക്സിനെ സംബന്ധിച്ചോളം അവർക്ക് 300 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്
സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം ടൈലറിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ സ്റ്റാൻഡേർഡ് വെച്ച് ആക്ച്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുക. സ്റ്റാൻഡേർഡിനേക്കാൾ ബിലോ ആണ് വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് എങ്കിൽ അവർക്ക് നമ്മൾ ഏറ്റവും ലോവസ്റ്റ് റേറ്റിലുള്ള അല്ലെങ്കിൽ ബിലോ റേറ്റിലുള്ള വേജസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എക്സിൻ്റെ ഔട്ട്പുട്ട് 300 നമ്മുടെ സ്റ്റാൻഡേർഡ് 320 യൂണിറ്റ് ആണ്. ഹെൻസ് ഹി ഈസ് ടു ഗെറ്റ് ഓൺലി ദ ലോവർ റേറ്റ് റുപ്പീസ് 3.75 പെർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പീസ് റേറ്റിൻ്റെ 75% ആണ് കൊടുക്കുക. അപ്പോൾ പീസ് റേറ്റിൻ്റെ 75% എന്ന് പറയുന്നത് 3 രൂപ 75 പൈസ വെച്ച് നമ്മളൊരു യൂണിറ്റിന് പ്രൊവൈഡ് ചെയ്യണം. സോ ദ വേജസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏണിങ്സ് വുഡ് ബി ഈസ് ഈക്വൽ ടു 3.75 ഇൻറ്റു 300 യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു റുപ്പീസ് 1125. ഓക്കെ, എക്സിനെ സംബന്ധിച്ചോളം അവരുടെ പെർഫോമൻസ് 300 യൂണിറ്റേ ഉള്ളൂ, സ്റ്റാൻഡേർഡ് 320 ആണ്. അപ്പോൾ ബിലോ റേറ്റുള്ള വേജസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 3 രൂപ 75 പൈസ വെച്ച് 300 യൂണിറ്റിന് 1125 രൂപയാണ് എക്സിൻ്റെ വേജസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ സെയിം വേ ദ വൈസ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 420 യൂണിറ്റ്സ്. ഓക്കെ, വൈയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 420 യൂണിറ്റ്സ് ആണ്. ദെയർഫോർ ദി എഫിഷ്യൻസി ഓഫ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ ദി സ്റ്റാൻഡേർഡ് ഫിക്സഡ് 320. ഓക്കെ, നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് 320 ആണ്. വൈയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 420 യൂണിറ്റ്സ് ആണ്. നമ്മൾ കമ്പയർ ചെയ്യുക, സ്റ്റാൻഡേർഡിനേക്കാൾ മുകളിലാണ് വൈയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ ആസ് പെർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ടൈലേഴ്സ് ഹി ഈസ് ഗോ ടു ഹൈ റേറ്റ്. ഓക്കെ, ടൈലേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ പ്രകാരം സ്റ്റാൻഡേർഡിനേക്കാൾ മുകളിലാണ് പെർഫോമൻസ് എങ്കിൽ നമ്മളെപ്പോഴും ഹൈ റേറ്റുള്ള വേജസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഹിയർ the high piece rate is equal to 125% of differential piece rate is equal to 6.25 per unit. So the wages of y is equal to 6.25 into 420 is equal to rupees 2625. ഓക്കെ, വൈയെ സംബന്ധിച്ചോളം അവർ 420 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. സ്റ്റാൻഡേർഡിനേക്കാൾ മുകളിലാണ് അവരുടെ പെർഫോമൻസ്. ഹൈ പീസ് റേറ്റ് എന്ന് പറയുന്നത് 5 രൂപയാണ് പീസ് റേറ്റ്. അതിൻ്റെ 125% കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ബോണസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ 6 രൂപ 25 പൈസ നിരക്കിൽ 2625 രൂപയുടെ വേജസ് നമ്മൾ വൈക്ക് പ്രൊവൈഡ് ചെയ്യും. ഓർത്തിരിക്കുക, ടൈലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ എപ്പോഴും വർക്കേഴ്സിൻ്റെ അവരുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡിൻ്റെ അവരുടെ പെർഫോമൻസ് എഫിഷ്യൻസിക്ക് ആനുപാതികമായിട്ട് വേജസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റേറ്റ് ഓഫ് വേജസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേജസ് ആർ റെമ്യൂണറേറ്റഡ് ഓൺ ദി ബേസ് ഓഫ് എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിക്ക് ആനുപാതികമായിട്ട് വേജസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പീസ് റേറ്റ് സിസ്റ്റത്തിനെ പറ്റിയാണ്. ദ വേജസ് കാൽക്കുലേറ്റ് ഓൺ ദി ബേസ് ഓഫ് റിസൾട്ട്. ഓക്കെ, ഒരു വർക്കേഴ്സിൻ്റെ റിസൾട്ടിന് ആനുപാതികമായിട്ട് വേജസ് കൊടുക്കുന്ന ആ ഒരു മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിനെയാണ് പീസ് റേറ്റ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ സ്യൂട്ടബിലിറ്റി, ദെൻ അഡ്വാൻറ്റേജ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം, ദെൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് പീസ് റേറ്റ് സിസ്റ്റം, then the difference between piece rate system and time rate system, then last the methods of piece rate system or payment by result. There are number of methods involved in piece rate system. Then first straight piece rate system, then second one piece rate with the guaranteed time rate, then third one differential piece rate system. Then differential piece rate system involved a number of systems. Then first Taylor's differential piece rate system. ഓക്കെ, അപ്പം ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പാഠഭാഗം നമ്മൾ അടുത്ത പാർട്ടിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.